സുവിശേഷത്തെ പ്രതി എരിയുന്ന അഗ്നിയും ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഇതാ അനേകം വൈദികർ ലോകമെങ്ങും സഞ്ചരിക്കുന്നു. ദൈവരാജ്യവയലിൽ അവരിതാ തളരാതെ മുന്നേറുന്നു. ഇത് അരുണാചൽ പ്രദേശിലെ ഈറ്റാനഗർ രൂപതയിൽ നിരവധി വർഷം മിഷൻ സേവനം ചെയ്ത ഫാദർ മാത്യു പുതിയടത്ത് MCBS. വളരെ സങ്കീർണമായ മിഷൻ മേഖലയായ അരുണാചൽ പ്രദേശിലെ വിശ്വാസി സമൂഹത്തെക്കുറിച്ചും താൻ വികാരിയായി സേവനം ചെയ്ത മെംഗിയോ ഇടവകയെക്കുറിച്ചും തൻ്റെ ദൈവവിളിയുടെ ആഴങ്ങളെക്കുറിച്ചും മാത്യു അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ബിജുവച്ചനോടൊപ്പമുള്ള ശലോം TVയിലെ ജോഷു എന്ന പ്രോഗ്രാമിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാദർ മാത്യു പുതിയേടത്ത് MCBS സഭാംഗമാണ് അച്ഛൻ. എങ്ങനെയാണ് ഒരു വൈദിക വഴിയിലേക്ക് നടന്നു വന്നതെന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ വീട് നീലേശ്വരത്താണ്. വീട്ടിൽ അപ്പനും അമ്മയും ഒരു 8 മക്കളിൽ 6ാമത്തെ ആളായിട്ടാണ് അച്ഛൻ ജനിച്ചത്. അച്ഛന് മൂത്ത് 4 ചേട്ടന്മാരും ഒരു ചേച്ചിയും താഴെ ഒരു അനിയനും ഒരു അനിയത്തിയുമുണ്ട്. അപ്പച്ചൻ 2007 മരിച്ചു എന്ന് പറഞ്ഞ് കുടുംബത്തിൻ്റെ പശ്ചാത്തലവും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ-ഡിഗ്രി പഠനത്തിന് ശേഷം ഒരുപക്ഷെ പ്രീ-ഡിഗ്രി ആ കോഴ്സ് പൂർത്തിയാക്കാതെ വീട്ടിലെ ബിസിനസ്സും കാര്യങ്ങളും ഇടയ്ക്ക് കുറച്ച് ജോലിയും പിന്നെ വീണ്ടും ബിസിനസ്സിലേക്കൊക്കെ നടന്നൊരു കാലത്ത് ജീസസ് യൂത്തുമായി ബന്ധപ്പെടുകയും പിന്നീടുണ്ടായ ഒരു ജീവിതത്തിലുണ്ടായ ഒരു പ്രേഷിത ചൈതന്യത്തിൻ്റെ ഭാഗമായൊരു മിഷണറി വൈദികനാവണം എന്നൊരു ചിന്തയാണ് ഒടുവിൽ MCBSലെത്തിക്കുകയും ദിവ്യകാരുണ്യ മിഷണറി സഭയിലെത്തിക്കുകയും ഏറ്റവും ഒടുവിൽ അതിൻ്റെ ആ ഒരു കോട്ടയം പ്രോവിൻസിൽ നിന്ന് അരുണാചൽ മിഷൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വൈദിക പരിശീലനത്തിന് തിയോളജി പഠിക്കാൻ ഷില്ലോങ്ങിൽ വിടുകയും പിന്നീട് അരുണാചലിൽ വൈദികനായി 10 വർഷം നോർത്ത് ഈസ്റ്റിൽ വൈദികനായിരുന്നു. അതിൽ 5 വർഷം അരുണാചലിലായിരുന്നു. 4 വർഷം പഠിക്കുകയായിരുന്നു. വൈദികനായതിനു ശേഷം 5 വർഷവും അരുണാചലിൽ തന്നെയായിരുന്നു. പിന്നീട് ഇപ്പോൾ കുറച്ചൊരു ആരോഗ്യപരമായ കാരണങ്ങളാൽ ചെറിയൊരു വിശ്രമത്തിനായിട്ട് നാട്ടിൽ ഉള്ള സമയമാണ്. അച്ഛൻ എൻ്റെ ഒരു ചോദ്യം തിരിച്ച് അച്ഛൻ്റെ ഈ ഒരു വൈദിക ജീവിതം ഒരുപക്ഷെ സാധാരണ വ്യത്യസ്തമായി 30ാമത്തെ വയസ്സിലാണ് സെമിനാരിൽ പോകാൻ തീരുമാനിക്കുന്നത്. വീടിൻ്റെ സാഹചര്യങ്ങളും കുടുംബാംഗങ്ങളും എങ്ങനെ അച്ഛൻ്റെ വൈദിക വഴിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാം. മലബാറിൻ്റെ ഇന്നത്തെ അവസ്ഥയല്ലായിരുന്നു. ഒരു 30-40 വർഷം മുമ്പുള്ള അവസ്ഥ ഇതല്ലായിരുന്നു. അപ്പം പ്രത്യേകിച്ച് എൻ്റെ ചാച്ചൻ നീലേശ്വരം താമസിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കിഴക്കൻ മലയോര മേഖല ചിറ്റാരിക്കാല, ഭീമനടി, വെള്ളരിക്കുളം അങ്ങനെയുള്ള മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ കുടിയേറിയിട്ട് അധികകാലം ആയവരല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ആവശ്യത്തിന് നീലേശ്വരത്ത് വരണമായിരുന്നു. അപ്പം അവർ നീലേശ്വരത്ത് വരുമ്പോൾ താമസിക്കുന്ന വീട് ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് നാട്ടിലേക്കൊക്കെ കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പർ ഞങ്ങളുടേതാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുമായിട്ട് എൻ്റെ ചാച്ചൻ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മലഞ്ചരക്ക് കച്ചവടം കൂടി ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അവരുടെ ഏതൊരാവശ്യത്തിനും ചാച്ചൻ എപ്പോഴും കൊച്ചാച്ചനാണ് ഞാൻ വിളിക്കുന്നത്, കൊച്ചാച്ചൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ പോലും ഈ നാട്ടിൽ നിന്നുള്ള ഡെത്ത് മെസ്സേജ് വരും. അപ്പോൾ ട്രങ്ക് കോളാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ട്രങ്ക് കോൾ ബുക്ക് ചെയ്താൽ ഒന്നെങ്കിൽ ചിറ്റാരിക്കാല പള്ളിയുടെ നമ്പർ അല്ലെങ്കിൽ ഭീമനടി പള്ളിയുടെ നമ്പർ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ചിലപ്പം മഴയത്തൊക്കെ ആണെങ്കിൽ അർജൻറ്റ് കോളൊക്കെ ചെയ്താൽ പോലും ചിലപ്പോൾ ഡെത്ത് മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലൈനല്ലേ ഉണ്ടാവുകയില്ല. പിന്നെ ഞങ്ങളെ വണ്ടി ഇവിടുന്ന് ഹയർ ചെയ്തിട്ട് രാത്രി തന്നെ പറഞ്ഞു വിടും. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ വണ്ടിയിൽ പോകും, എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി മെസ്സേജ് കൊടുത്തിട്ട് ആ വണ്ടിയെ തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് വരും. കാരണം അന്ന് വാഹനങ്ങളൊക്കെ കുറവല്ലേ. എന്നിട്ട് നീലേശ്വരത്ത് കൊണ്ടുവന്നിട്ട് അവരെ ട്രെയിൻ കയറ്റി വിടുവാണ്. അപ്പം അന്നേരം അവർക്ക് കൊണ്ട് വണ്ടിക്കൂലി വരെ അന്നേരം കയ്യിൽ നിന്നെടുത്ത് കൊടുക്കണം. കാരണം കുടിയേറ്റക്കാർ ആരുടെയും പൈസയൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഒരു മറ്റുള്ളവർ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കുന്നത് എപ്പോഴും ഞങ്ങളോട് പറയും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിലൊക്കെ കൊച്ചച്ഛൻ പറയായിരുന്നു, നമ്മൾ അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്, അത് ദൈവം സമൃദ്ധമായിട്ട് തരുന്നുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അധികം അകലപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല നീലേശ്വരത്താണെങ്കിൽ ഞങ്ങളൊരു 10-15 എൻ്റെ ഓർമ്മയിൽ ഒരു 15 വീടുകൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഞാൻ നോവിഷ്യേറ്റ് പഠിക്കുമ്പോഴാണ് സ്വന്തമായിട്ടൊരു വീട് ആവുന്നത്. അതുവരെ ഞങ്ങളിങ്ങനെ പല വീടുകൾ മാറി മാറി താമസിക്കുമ്പോഴും വിവിധ പാർട്ടിക്കാരുടെ, വിവിധ മതസ്ഥരുടെ ഇവരുടെ എല്ലാം ഇടയ്ക്ക് പോയി താമസിക്കും. അപ്പോൾ താമസിക്കാൻ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ പറയും, അയ്യോ അവിടെ ആ പാർട്ടിക്കാരുടെ സെൻറ്റർ, അവിടെ പോയി താമസിക്കരുത്, ഇവിടെ ഈ ആൾക്കാരാണ് അവിടെ പോയി താമസിക്കുന്നതൊക്കെ ഫാദറിൻ്റെ കൊച്ചാച്ചൻ്റെ കൂട്ടുകാർ പറയും. അപ്പം ഞാൻ അതിനൊന്നുമല്ല പറയും, എനിക്ക് ജീവിക്കാനാണ് പോകുന്നത്, ഞാൻ അവരെ ആരെയും ഉപദ്രവിക്കാനോ അവരെന്നെ ഒന്നുമില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു വീടാണ്, ഞാൻ അതേ നോക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും അങ്ങനെ പറയും, മുൻവിധിയോടുകൂടി ആരെയും കാണരുതെന്ന് പറഞ്ഞു തരുമായിരുന്നു. എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു, മുൻവിധിയോടുകൂടി ആരെയും കാണരുത്. ഒരാൾക്ക് വേറൊരാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിനക്ക് എങ്ങനെയാണോ നീ തന്നെ
കണ്ട് മനസ്സിലാക്കണം, അറിഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയും. അതുപോലെ തന്നെ അമ്മച്ചി ഇതേപോലെ അയൽപ്പക്ക ബന്ധങ്ങളൊക്കെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുമായിരുന്നു. ഏതൊരാവശ്യത്തിന് അവരുടെ ഏതാവശ്യത്തിനും ഉണ്ടാവും. അതുപോലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നൊക്കെ യാചകരും അങ്ങനത്തെ ഒക്കെയുള്ള അപ്പോൾ സഹായം ആവശ്യമായിട്ട് വരുന്നവരെ സഹായിക്കുന്ന ഒരു മനോഭാവം ശരിക്കും അമ്മച്ചിയുടെ അത് എല്ലാവരും ഈ കുടുംബത്തിലെല്ലാവർക്കും ഇപ്പോൾ ഒരു സഹകരിച്ച് എല്ലാവർക്കും എല്ലാം വേണം, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളൊരു ചിന്ത അന്ന് മുതലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റും ഇപ്പോഴും എൻ്റെ സഹോദരന്മാരൊക്കെ ഒന്നിച്ച് സ്നേഹത്തോടെ അപ്പം മരിക്കുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ലായിരുന്നു, ഒത്തിരി ബാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സഹോദരന്മാർക്കൊക്കെ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം അപ്പം തമാശയായിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾക്കായിട്ട് ഞാൻ ബാക്കി വെച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റ മനസ്സോടെ ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് സത്യമാണ്. ആ ഒരു ഒരുമയോടുകൂടിയുള്ള ജീവിതം ഇപ്പോഴും എല്ലാവരും ഒരു നല്ല നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പരസ്പരം സഹകരിച്ച് ഇവർ വളരുന്നത് കൊണ്ടാണ്. അപ്പം ആ ഒരു തരത്തിൽ മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാനും ഉള്ളത് പങ്കുവെച്ചിട്ട് ജീവിക്കാനും ഒക്കെ വീട്ടിൽ നിന്ന് കിട്ടിയൊരു പ്രചോദനം തന്നെയാണ്. ആ ഒരു അപ്പൻ്റെ ആഗ്രഹം അതായിരുന്നു, എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സാഹചര്യം അവരോട് നന്ദിയുള്ളവർ. തീർച്ചയായിട്ടും അപ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആ ഒരു മനോഭാവം അച്ഛൻ്റെയും ഒരു ഇതിലുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെ ത്യാഗങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ വെല്ലുവിളികളുള്ള ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ തയ്യാറായി ഇങ്ങനത്തെ ഒരു മിഷനൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണമെന്ന് ഉറപ്പാണ്. മറ്റൊരു കാര്യം അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ സമയക്കുറവ് കൊണ്ട് നമ്മൾ ഇടപെടേണ്ടി വന്നിരുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു, ഈ വെല്ലുവിളികളുണ്ടാകുമ്പോൾ, ഈ ഭാരമുള്ള പണികളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അച്ഛൻ ഏറ്റെടുക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, എങ്കിലും എന്താണ് അച്ഛൻ അതിൻ്റെ ഊർജ്ജ സ്രോതസ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പ്രാർത്ഥന എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് അതുപോലെ അച്ഛൻ പ്രത്യേകിച്ച് പറയാൻ ശ്രമിച്ചത് അച്ഛൻ്റെ പരിചയത്തിലുള്ളവർ, പ്രത്യേകിച്ച് പ്രേ ഗ്രൂപ്പിലൊക്കെ അച്ഛൻ്റെ സെമിനാരിൽ പോകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ഛൻ്റെ ഭാഗമായിരുന്നവർ ഇന്നും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. ഒന്ന് വിശദീകരിക്കാമോ അച്ഛൻ? ഞാൻ പറഞ്ഞതുപോലെ 94 മുതലൊരു പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു, ജീസസ് യൂത്ത് പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അപ്പം ഞാൻ സെമിനാരിൽ പോയി കഴിഞ്ഞാൽ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ വിളിക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ചൊവ്വാഴ്ച ദിവസം വൈകിട്ടാണ്. അപ്പോൾ ഞാനൊരു മിസ്ഡ് കോൾ കൊടുക്കും. അപ്പോൾ ആ പ്രേ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും തിരിച്ച് വിളിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഫിലോസഫി പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു പ്രേ ഗ്രൂപ്പ് ഞങ്ങളുടെ സെമിനാറിലുണ്ടായിരുന്നു. നൈറ്റ് വിജിലൊക്കെ തുടങ്ങാനൊക്കെ സാധിച്ചു. അതിനുശേഷം തിയോളജി വന്നപ്പം കുറച്ചുകൂടെ ഫ്രീഡമായി. അപ്പം ഞങ്ങൾ ഇതുപോലെ ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ എൻ്റെ കൂടെ 1-2 അച്ഛന്മാരും കൂടെ കൂടി. അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് ഇവരുടെ കൂടെ കൂടും. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, ആ ഫോൺ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഒരു വിൻസെൻഷൻ അച്ഛനുണ്ടായിരുന്നു, ഫാദർ സന്തോഷ് മൂലം, പിന്നെ വിനു എന്ന് പറയുന്നൊരു കപ്പച്ചൻ അച്ഛനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ ചൊവ്വാഴ്ച ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് വന്ന് പഴയൊരു ഫുൾ ടൈമർ ലിൻസൺ ഉണ്ടായിരുന്നു, അന്നേരം ഞങ്ങളോട് പണി സലേഷ്യനാണ്, ഇപ്പം മരണാഞ്ചൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിൻസൺ വന്നു, അച്ഛനാണ്. അപ്പം ലിൻസൺ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവസാനം റൂം നിറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ റെക്ടറോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലം അനുവദിച്ച് തരാമോ, ഞാൻ നിങ്ങളിങ്ങനെ ഒരു ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അച്ഛാ അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളൊരു ക്ലാസ് റൂം എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമുക്ക് അവിടെ ഒരു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ പുറത്തുനിന്നുള്ള പ്രാർത്ഥന. അതിനുശേഷം അച്ഛനായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എല്ലാവരും ഒത്തിരി പേരെ അറിയുന്നവരുണ്ട്, അച്ഛന്മാരായിട്ടും. ഇപ്പം റജുനെ തന്നെയാണെങ്കിലും എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടതാണ്. അതുപോലെ കാണുന്നവരെല്ലാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, ഭയങ്കര ഒരു ആത്മവിശ്വാസം. അതിനുശേഷം അരുണാചലിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ഈ പ്രാർത്ഥനകളൊക്കെ സെമിനാരി അച്ഛനായി കഴിഞ്ഞപ്പോഴും ഇതുപോലെ അനേകരവിടെ മിഷൻ എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന എല്ലാത്തിലും തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റിയല്ലോ. ഞാനൊരു 2 വർഷം, ആദ്യത്തെ 2 വർഷം എൻ്റെ ഒരു വേറെ അച്ഛനാണ്, ഫാദർ മനോജ് ആയിരുന്നു ഞങ്ങളുടെ സുപ്പീരിയർ. അച്ഛൻ 2 വർഷം കഴിഞ്ഞപ്പോൾ മാറിയപ്പം എനിക്ക് ആ ഉത്തരവാദിത്വം വന്നു, ഞാൻ വികാരി അച്ഛനൊക്കെ ആയി. അന്നേരത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായി, കാരണം കൂടെ ആളുള്ളപ്പോൾ കുഴപ്പമില്ല, പിന്നെ അവിടുത്തെ ഭാഷ വ്യത്യാസമാണ്, ഭാഷയൊക്കെ അത്യാവശ്യം പഠിച്ചിരുന്നു അന്നേരത്തേക്ക്. അപ്പം അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഒറ്റ ശരണമായി കിടപ്പ് ചാപ്പലിലാക്കി. പിന്നെ എൻ്റെ കിടപ്പ് ചാപ്പലിലായിരുന്നു. അതിനുശേഷം 2 വർഷം കംപ്ലീറ്റ് ഞാൻ ചാപ്പലിൽ തന്നെയാണ് രാത്രി കടന്നിരുന്നത്. കാരണം എനിക്കറിയാം അവിടുന്ന് ശക്തി കിട്ടുള്ളൂ, കാരണം അത്രയും പ്രതിസന്ധികളാണ്. കാരണം ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്കും മഴ പെയ്യുക, വണ്ടിക്കാരൻ കയറി വരികയില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒത്തിരി വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ കിടന്നുറങ്ങി നേരം വെളുപ്പിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുമായിരുന്നു ചെയ്തത്. അരുണാചലിലേക്ക് അച്ഛൻ ഒരു സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഹൃദയത്തോട് ചേർന്നൊരു മിഷൻ ആയതുകൊണ്ട് അച്ഛൻ്റെ പങ്കുവെക്കലുകളെല്ലാം അരുണാചലിലേക്ക് ചാടി പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ ഒന്ന് വരാം. ഈ ഒരു വൈദികനായ ആ ഒരു ദിവസങ്ങൾ ആദ്യത്തിൽ തന്നെ അപ്പോയിൻമെൻറ്റ് വന്നത് അരുണാചലിലേക്കാണ് അല്ലേ? ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഈ അരുണാചൽ മിഷനിലേക്ക് ചെന്നപ്പോൾ
ഒരു പഠിക്കാൻ പോയതുപോലെ ഷില്ലോങ്ങിൽ പഠിക്കാൻ പോയതുപോലത്തെ ഒരു സാഹചര്യം അല്ലല്ലോ. ഒരു വൈദികനായിട്ട് അരുണാചലിലെ ആ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ചെന്നപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും അച്ഛൻ പറയാം, ബിങ്കിയോ, അരുണാചലിൽ ബിങ്കിയോ. അപ്പോൾ അവിടെ അങ്ങനെ അത് ഏത് ഡയോസിസിൻ്റെ അതിർത്തിയിലാണ്? പപ്പുംപര ഡിസ്ട്രിക്റ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ അധികം ദൂരമില്ല ബിഷപ്പ് സൊസൈറ്റി, പക്ഷേ റോഡിൽ കൂടെ പോകുമ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി ദൂരം. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ആദ്യമായി ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയാം? തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തിയോളജി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫിലോസഫിയിൽ അല്ലെങ്കിൽ മൈനസ് സെമിനാറിലൊക്കെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സെമിനാരി ചേർന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ വന്നപ്പം ഞാൻ എൻ്റെ റെക്ടറോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ വീട്ടിലൊക്കെ പോയി എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഒന്ന് അവരെയൊക്കെ ഒന്ന് നേരെ ആക്കിയിട്ട് വരാം. അപ്പോൾ എൻ്റെ റെക്ടറായിരുന്ന ജോൺ പുത്തമ്പലം അച്ഛനോട് പറഞ്ഞു, അച്ഛനൊരു പ്രത്യേക ശൈലിയിലാണ് സംസാരിക്കുക. അച്ഛനോട് പറഞ്ഞു, മാൻ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല, മാൻ അവിടെ ചെന്നിട്ട് ഒന്നും സഹായിക്കാൻ മതി, മാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു മനസ്സിനൊരു വേദന. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുവാണോ, അവരൊക്കെ വിഷമിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുന്നതെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടനെ ഫോൺ വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടെ, എന്ത് പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ അച്ഛനാകാൻ വിട്ടതാണ്, നീ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിരുന്നു, സെമിനാരി ചേരുമ്പോൾ എന്നോട് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നിനക്ക് ഇഷ്ടമില്ലാന്ന് തോന്നി അപ്പം നീ എന്നെ വിളിക്കണം, പ്രായമായി എന്നൊന്നും വിചാരിക്കേണ്ട, അന്നേരം തിരിച്ചു പോരണം. കാരണം ഒരു സേവന മേഖലയാണ്, നിനക്ക് ഇഷ്ടമില്ല അവിടെ നിന്നാൽ നിൻ്റെ ജീവിതവും ചുറ്റുമുള്ളവരുടെ ജീവിതവും പോകുന്നു. അതുപോലെ സെമിനാരി ചേർന്ന് അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ട, സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായ അവസ്ഥകളൊന്നും 1 രൂപ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്, അറിഞ്ഞോ അറിയാതെയും ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ കൊണ്ടുപോക്കൂ എന്ന് അങ്ങനെ ഒരു ഉപദേശം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ ഞാൻ ചേർത്ത് വായിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയി. പിന്നീട് ഫിലോസഫി എത്തിയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നി, ഇതിനേക്കാൾ നല്ലത് പുറത്ത് ജീവിക്കുക, ഒരു ചെറിയ എന്താ പറയുക, ഒരു അനാഥാലയം പോലെ ഒരെണ്ണം തുടങ്ങണം എന്നുള്ള പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചു. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലായിരുന്നു. ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ സ്പിരിച്വൽ ഫാദർ പറഞ്ഞു, നല്ല ചിന്തയാണ്, ബിജുവിനത് സാധിക്കും, ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്, പക്ഷേ ഇതൊരു ചലഞ്ചാണ്. ഈ ഒരു ചലഞ്ചിൽ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നൊരു പ്രത്യേക ഒരു പ്രതിസന്ധി. അപ്പം അത് സഭയെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠകളാണ്, അല്ലെങ്കിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട ചില ഉത്കണ്ഠകളായിരുന്നു എൻ്റെ. അപ്പോൾ അതിലേക്ക് കടന്നു വരണമെങ്കിൽ, അതിനൊരു മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ബിജു പറഞ്ഞ സംഭവം തന്നെയാണ് നല്ലത്, പോയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പറഞ്ഞു, 1 ദിവസം 1-2 ദിവസം പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് വിവരം പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം തിയോളജി വന്നപ്പോൾ എനിക്ക് ഉറപ്പായി, കാരണം എന്നോട് അരുണാചലിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് പോകാനായിട്ട് എൻ്റെ പ്രൊവിൻഷ്യൽ പറയുന്നു. അപ്പോൾ എൻ്റെ തിയോളജി വന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്. മെങ്കിയോ എന്ന് പറയുന്ന സ്ഥലം, അരുണാചൽ പ്രദേശ്, അവിടുത്തെ ആൾക്കാരെല്ലാം ഞാൻ അവർക്ക് വേണ്ടി എന്നും പിന്നെ കുർബാനയുടെ സമയത്തൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ 2009 ആദ്യമായിട്ട് അരുണാചലിൽ ചെല്ലുന്നത്. കാരണം വേറൊരു സ്ഥലത്താണ്, ഞങ്ങളുടെ സെൻറ്ററിലല്ല. 2010 ഞങ്ങളുടെ സെൻറ്റർ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്നു, ബ്രദർ എന്ന നിലയിൽ നമ്മൾ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് ചെന്നു. പിന്നെ 2012 ഡിസംബർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡീക്കനായിട്ട് ചെന്നു. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധമായി. മാത്രമല്ല, ഇത് എനിക്ക് വളരെ ഫെമിലിയറായിട്ട് ഫീൽ ചെയ്യാം. ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇതാണ് എനിക്കത് ഇനി വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മൾ എത്രയോ, ഞാൻ അവർക്ക് 97 മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. ഞാൻ 2013 ഞാൻ അവിടെ വൈദികനായിട്ട് ചെല്ലും. അതിൻ്റെ ഇടയ്ക്ക് 2010 ചെന്നു. അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആ 10-13 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബോധ്യത്തോടു കൂടി പറയാൻ പറ്റി, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയത്തില്ല, അത് വരുന്ന പറയാനുള്ളൊരു ബോധ്യം എനിക്ക് കൂടുതൽ കിട്ടി. അതുപോലെ തന്നെ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ഇടമായിരുന്നില്ല. പ്രത്യേകിച്ച് ഒത്തിരി സ്നേഹിക്കുന്ന മനുഷ്യരാണ്. നമ്മളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഭാഷയിൽ 1-2 വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്നേഹിക്കുന്ന അത്ര നമ്മൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഇടമായിട്ട് എനിക്കത് തോന്നിയിട്ടേ ഇല്ല. ഞാനൊരു പുതിയ ഇടം ആണെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കതൊരു പുതിയ ഇടമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ സ്വന്തം വീട് പോലെ, എൻ്റെ എനിക്കെന്തോ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലം പോലെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ അഡ്വാൻസ് ആയിട്ടുള്ള ഈ പ്രാർത്ഥനകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അച്ഛൻ്റെ ആ വാക്കുകളിൽ തന്നെ ആ ഒരു തീക്ഷ്ണതയുണ്ട്. എന്തായിരുന്നു അവിടുത്തെ മിഷൻ്റെ ഒരു പ്രത്യേകതകൾ? കാരണം അവിടെ എന്തൊക്കെ ശുശ്രൂഷകളാണ് ഉണ്ടായിരുന്നത്? സ്കൂൾ അങ്ങനെ പലതച്ഛൻ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് അച്ഛൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ വിവിധ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് രൂപതയിൽ നിന്ന് 7 മണിക്കൂർ ദൂരത്തിലായിരുന്നത്. അന്നും ഇന്നും റോഡ് മോശമായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അത് മെച്ചപ്പെട്ടില്ല. കാരണം ഈ 55 കിലോമീറ്റർ റോഡ് എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഇതുങ്ങളുടെ ഊർന്നു പോവും, മണ്ണിടിഞ്ഞ് വീഴും. പിന്നെ അത് തുടച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും റോഡ് പോകും. അപ്പോൾ ഞാൻ ഈയിടെ ശാലോമിൻ്റെ തന്നെ വേറൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ
പോയപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ദയനീയമായിപ്പോലും റോഡിൻ്റെ അവസ്ഥ ആണ്. ശാലോമിൻ്റെ ഒരു മിഷൻ പ്രോഗ്രാമിന് വേണ്ടി അരുണാചൽ മിഷൻ ഷൂട്ട് ചെയ്യാനായിട്ട് പോയതായിരുന്നു ഞങ്ങൾ. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാം. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ജനം, അവർക്ക് ഒരു സ്കൂൾ വേണം, അവർക്കൊരു പാരീഷ് വേണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചരിത്രം തുടങ്ങി 1980-85 കാലഘട്ടങ്ങളിൽ മാമോദിസ സ്വീകരിച്ച് വളർന്നൊരു ക്രിസ്തീയ സമൂഹമാണ്. 2010 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 25 വർഷം ആകുമ്പോഴത്തേക്കും അവിടെ വൈദികർ വർഷത്തിൽ 1-2 പ്രാവശ്യം ചെല്ലുന്നത്. ആ വൈദികരന് അവിടെ എത്തുന്ന 65 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നാണ് ഒരു അച്ഛൻ അവിടെ ചെല്ലേണ്ടത്. എന്നിട്ട് ആ മെയിൻ ഇടവകപ്പള്ളി ഇരിക്കുന്നിടത്ത് നിന്ന് ഈ അച്ഛന്മാർ പിന്നെയും മണിക്കൂറുകൾ നടക്കണം. അങ്ങേയറ്റത്തെ പള്ളിയിലെത്താനായിട്ട് 10 മണിക്കൂർ. അത് കുറഞ്ഞ ദൂരമാണ് കേട്ടോ. ഞാനിത് 10 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ദൂരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ആ ഇടവകയിലെ ഏറ്റവും കൂടിയ ദൂരം 10 മണിക്കൂറാണ്. പക്ഷേ 3 ദിവസമൊക്കെ നടന്ന് വില്ലേജ് പള്ളികളിൽ പോകുന്ന അച്ഛന്മാരെ എനിക്കറിയാം. അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഈ 25 വർഷം ഈ ഒരു സമൂഹം പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു 25 വർഷക്കാലം അവർക്ക് വർഷത്തിൽ 1-2 കുർബാന ഉണ്ടായിരുന്നുള്ളെങ്കിലും അവിടുത്തെ കാറ്റഗിസ്റ്റുമാർ, വില്ലേജിലെ കാറ്റഗിസ്റ്റുമാർ അവർക്ക് ദൈവം പ്രത്യേകമായിട്ട് വരം കൊടുത്തവർ. കാരണം എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഇവർ നമ്മൾ വണ്ടടിക്കും, ഇവർ അവരുടെ മുമ്പിലിരുന്നിട്ട് വചനം പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ കേൾക്കുന്ന ഒരു കാര്യം പിന്നെ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. കാരണം അവരത്രയും ദാഹിച്ചായിരിക്കുന്നത്. ഈ സാധനം എന്താണ് അവരുടെ മനസ്സിൽ ദൈവം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രെയിനർ കൊടുക്കുന്ന ഒരു ചെറിയ സന്ദേശമായിരിക്കാം, അത് പിന്നെ ഒരിക്കലും അവർ മാഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, അത് അവരെ എല്ലാവരും പഠിപ്പിക്കാൻ പറ്റുന്നവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി അവർക്കൊന്നും പറയാനില്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഈ ആൾക്കാരോട് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഈ ഒരു ശുശ്രൂഷ മാത്രം ലഭിച്ചുകൊണ്ടിരുന്നൊരു സമൂഹം. എന്നിട്ടും 2010 അവിടെ ഇടവക തുടങ്ങുമ്പോൾ 3000 കത്തോലിക്കരുണ്ടായിരുന്നു. ആലോചിക്കണം നമ്മൾ എന്തുമാത്രം ആ മനുഷ്യൻ എന്തുമാത്രം ത്യാഗം കൊടുത്തു. എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനം ഏൽക്കേണ്ടി വന്ന അൽമായർ അവിടെ ഒത്തിരി പേരുണ്ട്. കാരണം അന്ന് സഭയ്ക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് പിന്നെ പഠിപ്പിച്ച് കയറ്റി വിടുമായിരുന്നു ഇവരെയൊക്കെ. അപ്പം ആ ഒരു രീതിയിൽ വളർന്നൊരു സമൂഹം. അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയാലാത്തത്? നമുക്ക് എവിടെയാണ് തുടങ്ങണത്? അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ഒരു അച്ഛൻ നേരത്തെ 2010 പോയി തുടങ്ങിയതുകൊണ്ട് 2013 ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 2 അച്ഛന്മാരും, ഫാദർ മനോജ് പരുവമൂട്ടിലും നോബിൻ വയലിലും പറഞ്ഞ 2 അച്ഛന്മാരാണ് അവിടെ ആദ്യം ചെന്നത്. അപ്പോൾ അവരൊരു ബേസ് ഇട്ടിരുന്നതുകൊണ്ട് അവിടെ പള്ളിയായി, അച്ഛന്മാർ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയി. അപ്പം പിന്നെ നമ്മളും കൂടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ അവരുടെ അടുത്ത ലക്ഷ്യം സ്കൂളാണ്. കുട്ടികളവിടെ വെയിറ്റ് ചെയ്യുക സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഷെഡൊക്കെ കെട്ടി ഒരു സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്കും LKG മാത്രം വന്ന അഡ്മിഷൻ 124. 10 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. കാരണം അവർ 3-4 വർഷമായിട്ട് സ്കൂൾ തുടങ്ങാൻ വേണ്ടി അച്ഛന്മാർ സ്കൂൾ തുടങ്ങുന്നത് കാത്തിങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ. അപ്പം അവിടെ തുടങ്ങുവാണ് നമ്മുടെ പണി. പിന്നെ സ്കൂളുണ്ട്. സ്കൂള് അത് കഴിഞ്ഞ് പല രീതിയിൽ അത് വളർന്നു. ഈ സ്കൂള് അതുപോലെ പ്രധാനപ്പെട്ട ഹെൽത്തിൻ്റെ ആയിരുന്നു. ആശുപത്രി ഉണ്ട്, ഡോക്ടർമാരൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന്, അപ്പോൾ അച്ഛൻ കൊടുക്കുന്ന ഗുളിക പാരസെറ്റമോളിൻ്റെ ഒരു പകുതി കൊടുത്താൽ മതി, സൗഖ്യം ഉറപ്പാണ്. ആദ്യം മരുന്ന് അവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഇവർ ഭയങ്കര വിശ്വാസം. ഇവർ മരുന്ന് മേടിച്ചിട്ട് നമ്മളിങ്ങനെ മരുന്ന് വെറുതെ കൊടുത്താൽ പോരാ, മരുന്ന് അവരുടെ കൈ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, എന്നാലേ അവരത് കഴിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലൊരു വിശ്വാസമുള്ളൊരു സമൂഹമാണ് അവിടെ ഉള്ളത്. അച്ഛാ, ആ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ തീഷ്ണതയാണ് അച്ഛൻ പറയുമ്പോൾ വീണ്ടും ഞാനത് ഏറെ എന്നെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത്. കാരണം വലിയ പ്രായമില്ലാത്ത ഒരു വിശ്വാസം അല്ലേ? അതെ അതെ. പക്ഷെ അവർക്ക് അതിനുള്ള തീഷ്ണത, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ട്രസ്റ്റും. ഒന്ന് പ്രാർത്ഥിച്ചൊരു ഗുളിക കഴിച്ചാൽ അസുഖം മാറും. എന്ത് ഗുളികയാണെന്നോ എന്തിനെക്കുറിച്ചൊന്നും അല്ലല്ലോ. അത് പച്ചൻ ചുമ്മാ ഒരു സാധനം കൊടുത്താലും അവർക്ക് അത് പ്രാർത്ഥിച്ചു കൊടുത്താലും സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന്. പക്ഷെ ഞാനിവിടെ പറയുന്നത് തീർച്ചയായിട്ടും അച്ഛന് ഒരു കെടാത്ത തീഷ്ണത ഇപ്പോഴും ഉണ്ട്. ഒരു കെടാത്ത തീഷ്ണതയുണ്ട്. അതിനച്ഛൻ മുമ്പ് പറഞ്ഞ അച്ഛൻ്റെ പ്രാർത്ഥന തന്നെയാണ് അച്ഛൻ്റെ ഒരു ബലം. എനിക്ക് അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഒരു വ്യഗ്രത മനസ്സിൽ വരുന്നത്, മാതാവ് അച്ഛനൊരു കൂട്ടാണോ? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം ധാരാളം വൈദികരുടെ ഷെയറിങ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു തീഷ്ണത ഇതുപോലെ കാണുമ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു കൂട്ടുണ്ടോ അച്ഛന്? മാതാവിൻ്റെ കൂട്ടുണ്ടെന്ന് വെച്ചാൽ മാതാവിൻ്റെ കൂട്ടേ ഉള്ളൂ. മാതാവിൻ്റെ കൂടെയാണ് നടക്കുന്നത്. അത് മാതാവിൻ്റെ ഒരു മധ്യസ്ഥം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പം കൊന്തയാണ്. അത് ജീസസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ബൈക്കിന് പോകുമ്പോൾ പോലും ഞാനിങ്ങനെ കൊന്തയില്ലെന്നൊരു ശീലമുണ്ടായിരുന്നു. അപ്പം എത്ര കൊന്ത ചെല്ലി വൈകുന്നേരം ആകുമ്പോഴത്തേക്കെന്നുള്ളൊരു ഒരു വ്യഗ്രത, 3 മുഴുവൻ കൊന്തയൊക്കെ ചെല്ലുക എന്നൊക്കെയുള്ള അന്നേരത്തെ ഒരു ടാർഗറ്റൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചെല്ലി പോയെന്നൊരു കാലഘട്ടം. പക്ഷേ സെമിനാരി വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് കുറഞ്ഞു. അപ്പം പ്രാർത്ഥനയുടെ നമുക്കൊരു ടൈം ടേബിൾ ഇതൊക്കെയായി. പിന്നെ നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളായി. മറ്റത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ടൈം ടേബിളൊന്നുമില്ല. അപ്പം
അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് കുറവ് നഷ്ടപ്പെട്ടു എന്നല്ല, പക്ഷേ അത് വീണ്ടും ഒരു വൈദികനായപ്പോഴത്തേക്കും അതിൻ്റെ കാര്യത്തിൽ തിയോളജിക്കൊക്കെ വന്നപ്പോഴത്തേക്കും വീണ്ടും ആ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധയൊക്കെ ആയി. പ്രാർത്ഥിക്കണമല്ലോ, കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നിടമെല്ലാം ഒരുങ്ങണ്ടേ, അപ്പം മാതാവിൻ്റെ മധ്യസ്ഥം ഇല്ലാതെ പറ്റിയല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഏറ്റവും രസകരമായൊരു അനുഭവം ഉണ്ടായത് ഇതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ ഇപ്പോൾ നാട്ടിലൊക്കെ അച്ഛന്മാരുടെ കെട്ടുമൊക്കെ പണിയുമ്പോൾ നമ്മളാണെങ്കിൽ സൈഡിൽ മാറി നിന്ന് കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ അച്ഛന്മാർക്ക് ഈ ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോഴും ഞാൻ എൻ്റെ സുപ്പീരിയറച്ഛനായ മനോജനോട് പറഞ്ഞു, വികാരച്ചനോട് പറഞ്ഞു, അച്ഛാ ഏത് കാര്യം ഞാൻ ചെയ്യാം, പക്ഷേ ഈ പണി മാത്രം എന്നെ ഏൽപ്പിക്കരുത്, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ എനിക്കറിയാം അവിടെ സ്കൂളൊക്കെ പണിയാൻ പോവാണ്. അപ്പം അതൊക്കെ പറഞ്ഞിരുന്നേച്ചും മനോജ് ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കെട്ടിട പണിയായിട്ട് ചിന്തിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പണ്ട് ഈ ചെറുപ്പകാലം തൊട്ട് ഈ കടയിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്ക് ഈ മനക്കണക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും കണക്ക് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് മനക്കണക്ക് കൂട്ടിയിട്ട് പറയും. എൻ്റെ അപ്പനാണ് അതിന് ഗുരു, ഞങ്ങളെ കൊണ്ട് കണക്ക് ചെയ്യിച്ച് ഇപ്പോൾ എഴുതി ചെയ്യിക്കും. അപ്പോൾ ഈ എഴുതി കണക്കിൽ സാധനമൊക്കെ വരുമ്പോൾ അതിൻ്റെ പൈസ എത്രയാണെന്ന് കൂട്ടി നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഗുണിച്ചൊക്കെ എഴുതിക്കുമ്പോൾ ചില സമയത്ത് ഈ ഗുണിയണം ബുദ്ധിമുട്ടാകുമ്പോൾ വെറുതെ മനക്കണക്ക് കൊണ്ട് അങ്ങനെ കൂട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചില കാൽക്കുലേഷനൊക്കെ പറഞ്ഞൊക്കെ വളരെ കറക്റ്റായി. അപ്പോൾ സാധനം മേടിക്കാൻ കടയിൽ ചെന്നപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നല്ലോ, സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ളൊരു ബാർഗെയിനിങ് ഒക്കെ ഞാൻ നടത്തി സാധനങ്ങളൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല, മനോജനൊന്നും മിണ്ടില്ല. അത് തിരിച്ച് വന്നിട്ട് എന്നോട് അച്ഛൻ എന്തായാലും അച്ഛൻ തന്നെ സാധനം മേടിക്കാനൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അച്ഛൻ തന്നെ ആ കൺസ്ട്രക്ഷൻ കൂടെ ഒക്കെ നടത്തുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതൊരു എനിക്ക് സത്യത്തിൽ അവിടം തൊട്ട് ഈ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ പിന്നീട് ഈ പ്രാർത്ഥനയോട് കൂടി, പക്ഷേ ഇടക്കാലത്ത് ഈ പ്രാർത്ഥന അങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ പിന്നെ എനിക്കൊരു എന്താ പറയുക ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സ്പിരിച്വാലിറ്റി രൂപപ്പെട്ടെന്ന് വേണം എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ മാതാവിൻ്റെ അനുഭവമാണ്. ഞാൻ കുറേ കാലം ഇങ്ങനെ മനോജനോട് പറഞ്ഞു, മനോജ ഇപ്പം തിരക്കിട്ട പണിയൊക്കെ ആയതുകൊണ്ട് കൊന്തയൊന്നും അങ്ങനെ അധികം ചെല്ലാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, പഴയ ഡിപ്പോസിറ്റിൽ കൂട്ട് കുറച്ച് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു. എന്നിട്ട് 5-6 മാസം കഴിഞ്ഞ് മനോജൻ ചോദിച്ചു, എങ്ങനെയാണ് പഴയ ഡിപ്പോസിറ്റിൽ തന്നെയാണോ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇപ്പോഴും തൽക്കാലം അങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ സെഹിയോനിലെ ധ്യാനത്തിന് പോയി, അച്ഛന്മാരുടെ ധ്യാനത്തിന് പോയി. ധ്യാനത്തിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പം നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു സിസ്റ്ററിൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, മാതാവ് വളരെ അടുത്ത് ഉണ്ടല്ലോ, മാതാവ് അച്ഛൻ മുമ്പ് ഒത്തിരി കൊന്ത ചെല്ലുമായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ മുമ്പ് ഒത്തിരി കൊന്ത ചെല്ലുവാണ്, ഇപ്പോൾ കുറച്ച് കുറവാല്ലേ? ഇപ്പോൾ കുറച്ച് കുറവാണ്. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, പഴയ ഡിപ്പോസിറ്റിൽ നിന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഈ സിസ്റ്ററോട് ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇപ്പോഴും അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് തന്നെ ബിനോയ് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോഴും ബിനോയ് അച്ഛനും ഇത് തന്നെ എന്നോട് പറഞ്ഞു, മാതാവ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്, അച്ഛനൊന്നും പേടിക്കണം, അച്ഛൻ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോ, മാതാവ് ഒപ്പം ഉണ്ട്. എന്നിട്ട് ഇതേ കാര്യം വീണ്ടും ചോദിച്ചു, അച്ഛൻ ഒത്തിരി കൊന്തയല്ലുമായിരുന്നു അല്ലേ, ഇപ്പോൾ കുറവല്ലേ? അപ്പം ഞാൻ ഈ സിസ്റ്ററോട് പറഞ്ഞ കാര്യം അവിടെയും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ എൻ്റെ എന്താ പറഞ്ഞാൽ ആത്മീയത കുറച്ചുകൂടെ എനിക്കൊരു ബോധ്യം കുറച്ചുകൂടെ ആഴപ്പെട്ടു. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അത് ഏത് തരത്തിലുള്ള സ്പിരിച്വാലിറ്റി ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും പറയാനില്ല, പക്ഷേ ഇതെൻ്റെ ഒരു ബോധ്യമാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെ ഞാൻ അതിന് ശേഷം വീണ്ടും കൊന്ത കൂടുതൽ ചെല്ലാനുള്ള ശ്രമം ആരംഭിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുമ്പോട്ട് പോയതെല്ലാം ആ രീതിയിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴെനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയം ഞാൻ കൂടുതൽ പ്രാർത്ഥനയ്ക്കാണ് ചിലവഴിക്കുന്നത്. കൊന്തകൾ കൂടുതൽ ചെല്ലാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കറിയാം ഇതെനിക്കിപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്താൽ ഞാൻ വീണ്ടും തിരിച്ചു പോകുമ്പോഴത്തേക്ക് എനിക്കൊരു ബലമാവും എന്നുള്ളൊരു വലിയ. അതുപോലെ തന്നെ ഞങ്ങൾ അരുണാചലിന് പോയപ്പോൾ പോലും അല്ലാതെ ശാലോം ടീമിൻ്റെ കൂടെ ഞങ്ങൾ പോയപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപമായിട്ടാണ് പോയത്. അവിടെ പിതാവ് വെഞ്ചരിച്ച് ഞങ്ങൾ എല്ലാ സ്ഥലത്തൂടെ കൊണ്ടുവന്നു. അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മുറിയിൽ വെച്ചിരിക്കുക. ആ മാതാവിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛാ, ഞാൻ തീർച്ചയായിട്ടും മാതാവിനോടുള്ള ഒരു അടുപ്പവും മാതാവിൻ്റെ ഒരു സഹായം എന്തുമാത്രമുണ്ടെന്ന് അച്ഛൻ്റെ വാക്കുകളിൽ ഇങ്ങനെ അത്ര തീക്ഷ്ണതയുണ്ട്. ഞാൻ അച്ഛൻ്റെ അച്ഛനോട് പറഞ്ഞ ഒരു കാര്യം, വൈദികനായതിനു ശേഷമാണെങ്കിൽ പോലും ഒരു രൂപ പോലും കുടുംബത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് ഇവിടുന്ന് വേണേൽ എന്തുകൊണ്ടും കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ ആ ഒരു മനോഹരമായ ഒരു അപ്പച്ചനെ ഒന്ന് നന്ദിയോടെ വീണ്ടും ഓർക്കുക. കാരണം ചിലപ്പോഴെങ്കിലും വൈദികരെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണകൾ പോലും ഉണ്ടാകുന്നത് അവരവരുടെ വീടിനെ സഹായിക്കുന്നു, വീട് ബിൽഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. ഞാൻ ഇതിൻ്റെ മറ്റൊരു വശം, ഇന്ന് സമൂഹത്തിൽ വൈദികൻ വളരെയേറെ ഒരു ചെളിവാരി എറിയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും വൈദികരുടെ പ്രവൃത്തി കൊണ്ടാവാം, പക്ഷെ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല. ഇത്രമാത്രം നല്ല വൈദികനാണെങ്കിലും എത്രമാത്രം വിശുദ്ധിയോടെ ത്യാഗത്തോടെ മനുഷ്യർക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീർന്ന് ജീവിക്കുന്ന വൈദികനാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമ്പോൾ
ജനങ്ങളുടെ റിയാക്ഷൻ. അതിന് കാരണം ജനങ്ങൾ നന്മ മാത്രമാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് വിരോധം കൊണ്ടല്ല. ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഞാൻ ജനങ്ങളെക്കുറിച്ചോ ഈ ചെറിവാരിയറിനെക്കുറിച്ചോ ഒന്നുമല്ല. എൻ്റെ ചോദ്യം, എങ്ങനെ വിശുദ്ധിയുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുന്നു ഇന്നത്തെ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ? ഒരു യുവവൈദികനാണല്ലോ അല്ലേ, വലിയ പ്രായമൊന്നും ഇപ്പോഴായിട്ടില്ല, എന്നാൽ യുവവൈദികൻ എന്ന നിലയിൽ എങ്ങനെ ഒരു വിശുദ്ധിയുള്ള ജീവിതം കൊണ്ടുപോകാൻ പറ്റും? ഞാൻ വിശുദ്ധിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളൊരു വിശുദ്ധിയുടെ ഒരു അതിമാനുഷികതയിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയല്ലോ. നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതശൈലിയുണ്ട്. കുറച്ച് കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ് നമ്മളെല്ലാം. അത് ഒന്ന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കുറവുകളെക്കുറിച്ച് ഉള്ള അവബോധം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറി നടക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അങ്ങനെയുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ പല കാര്യങ്ങളിലും നമ്മൾ ചെന്ന് പെടുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് സാധിക്കും. ഞാൻ അച്ഛൻ പറയുന്ന വളരെ കറക്റ്റ് ലൈനിൽ തന്നെയാണ്, എൻ്റെ ചോദ്യത്തിനോട് ചേർന്ന് തന്നെ അച്ഛൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ഒരു എക്സ്പ്ലനേറ്ററി പറഞ്ഞാൽ, വിശുദ്ധി എന്ന് ഞാൻ പറയുമ്പോൾ അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വളരെ അമാനുഷികമായ ഒന്നിനെക്കുറിച്ചല്ല, മറിച്ച് വിശുദ്ധിയെ ഒരു എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ മനുഷ്യരാണ് അച്ഛന്മാരും എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. യു ക്യാൻ കണ്ടിന്യൂ. ഞാൻ എന്താണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പണ്ട് എനിക്ക് തോന്നുന്നു ജീസസിൻ്റെ ഒരു ക്യാപ്ഷൻ എന്തോ ഒരു പ്രോഗ്രാം മോട്ടിവേറ്റഡ് ബൈ ലവ് എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ഞാനതൊരു പുസ്തകമാണ്, എനിക്കൊന്ന് ചാക്കോച്ചൻ ഞാവളി സാറിൻ്റെ ഒരു പുസ്തകം മറ്റുമായിരുന്നു, മോട്ടിവേറ്റഡ് ബൈ ലവ്. അപ്പം ഞാൻ പറഞ്ഞ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഏത് കാര്യത്തിന് എന്താണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഏതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 100% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനും സമയമില്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ വേദനയ്ക്ക് വേണ്ടിയിട്ട് വേദനകളെ സഹായിക്കാനായിട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയാണ് സമയം? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇപ്പം ഞാനിവിടെ 5 മാസം മുമ്പ് വരുമ്പോഴത്തേനേക്കാൾ ഞാൻ 8 കിലോ തൂക്കം കൂടി, എന്നിട്ടാണ് ഈ രൂപത്തിലിരിക്കുന്നത്. നമ്മളെ തന്നെ മറന്നു പോകും. നമ്മൾ അവിടെ ജീവിക്കുമ്പോഴത്തേക്കും മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെ തന്നെ മറന്നു പോകും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയും, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമയത്ത് അവരിന് വേണ്ടിയുള്ളൊരു ജീവിതം നമ്മളെ കൃത്യമായിട്ട് മുമ്പോട്ട് നയിക്കുന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ അത് 100% ആയിരിക്കണം. എനിക്ക് സ്വാർത്ഥപരമായിട്ടൊന്നും അതിനകത്ത് നേടാനില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി അത് മനസ്സിൽ ഞാനിപ്പോൾ ഓരോ കൺസ്ട്രക്ഷൻ വരുമ്പോൾ, വില്ലേജ് പള്ളികൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത് വെച്ചാൽ, എനിക്ക് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു അവസരത്തിൽ വരുമ്പോഴത്തേക്കും ഇത് പലരും ഈ ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. അറിയാത്ത ഒത്തിരി ജനങ്ങളുണ്ട്. ഞാൻ ഈ ഒരു തലത്തിലേക്ക് അനേകം യുവാക്കന്മാരെ മിഷനിലൊക്കെ വന്ന് താമസിക്കാൻ ഇടയായതൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് നമ്മൾ വളരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിനെന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ പ്രാർത്ഥനയും മാതാവിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണം ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളതാണ്. വിശുദ്ധ കുർബാനയും ഇതൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. ബാക്കിയെല്ലാം വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഏതിനേക്കാണ് നമ്മൾ അലസമായിട്ടിരുന്നാൽ നമുക്ക് വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾക്ക് അവിടെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. 5 വർഷം ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കണമെങ്കിൽ ചില സമയത്തൊക്കെ അവിടെ റേഞ്ച് കിട്ടും, അല്ലാത്തപ്പോൾ 18 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരണം. അത് 1 മണിക്കൂർ ഡ്രൈവിങ്ങാണ്. കഴിഞ്ഞ വർഷം ഒരു കൺവെൻഷൻ നടത്തി. അപ്പോൾ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണം, എല്ലാം ചെയ്യണം. ആ സമയത്ത് ഫോണും ഇല്ല, മഴയും. എന്നിട്ട് രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഫോൺ വിളിക്കാനായിട്ട് ഈ 1 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് ഫോൺ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. പിറ്റേ ദിവസം വൈകിട്ട് ഫോൺ വിളിക്കാൻ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് കേരളത്തിൽ നിന്നൊക്കെ ഏതാണ്ട് 10-12 പേര് സ്പീക്കേഴ്സായിട്ട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ചെയ്തൊരു സംഭവമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം അതിനകത്തായിട്ട് കമ്മിറ്റഡ് ആണ്. നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ആ ഒരു ഇതിൽ വളരെ ക്ലിയറാണ്. കാരണം ഒന്ന്, നമ്മുടെ കുറവുകളും ബലഹീനതകളും നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ദൈവസഹായത്തോടുകൂടി വഴിമാറി നടക്കുക എന്ന് പറയുന്നൊരു കാര്യം. 2, മിഷനെക്കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സജീവമായി അതിൽ തന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു എന്നുള്ളതും കൂടിയാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏറെ സന്തോഷം. അച്ഛൻ ഈ 2ാമത്തെ എപ്പിസോഡിൽ വളരെ ഭംഗിയായിട്ട് അച്ഛൻ പറയുമായിരുന്നു എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു
വ്യക്തി ജീവിതത്തിൽ ഈ ഒരു മിഷണറി തീക്ഷ്ണത ഉണ്ടാക്കാൻ കുടുംബം എങ്ങനെ സഹായിച്ചു, അപ്പൻ്റെ അമ്മയുടെയും ആ മനോഭാവവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശൈലികൾ എങ്ങനെ സഹായിച്ചു എന്ന് അച്ഛൻ വളരെ ഭംഗിയായിട്ട്, അതുപോലെ നിരന്തരമായി തുടരുന്ന പ്രാർത്ഥനാ സഹായം സുഹൃത്തുക്കളുടെ, അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥന, ചാപ്പലിലേക്ക് കിടപ്പ് പോലും മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. മാതാവ് എന്തുമാത്രം അച്ഛന് കൂട്ടാവുന്നു. ആദ്യമായിട്ട് അരുണാചൽ പോലത്തൊരു മിഷനിലേക്ക് വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം എത്തിച്ചപ്പോൾ അത് ദൈവം എത്തിച്ചതാണെന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു മിഷനെക്കുറിച്ച് അച്ഛന് ഭയമില്ലായിരുന്നു. 2, അവിടുത്തെ ആളുകളുടെ വിശ്വാസ തീഷ്ണത, അതാണ് അച്ഛനെ സ്വാധീനിച്ച മറ്റൊരു കാര്യം. വീണ്ടും ആ മിഷൻ എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചൊരു അച്ഛനായതുകൊണ്ട് തന്നെ ഏത് പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കും എന്നുള്ളത് തന്നെയാണ് അച്ഛൻ്റെ അരുണാചൽ പ്രദേശിലെ മറ്റ് വിശേഷങ്ങൾ. പ്രത്യേകിച്ച് ധാരാളം ചെറുപ്പക്കാർ, കുടുംബങ്ങൾ അച്ഛനോടൊപ്പം എത്തി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അച്ഛൻ്റെ അടുത്തെത്തി ഒരു മിഷണറി തീഷ്ണത അനുഭവിച്ച് വലിയ മിഷണറി പ്രേഷിത ചൈതന്യത്തോടു കൂടി മടങ്ങിപ്പോയ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയണം. അതുകൊണ്ട് ഈ 2 എപ്പിസോഡിൽ, ആദ്യത്തെ എപ്പിസോഡിലും ഈ 2ാമത്തെ എപ്പിസോഡിലെയും അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി